ഏതൊരു ബിസിനസ് ആണെങ്കിലും ലൊക്കേഷൻ കറക്റ്റ് ആകുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൻ്റെ സക്സസ്സിന് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ടൈമിങ് മാത്രമല്ല, പ്രൊഡക്റ്റ് മാത്രമല്ല, ലൊക്കേഷനും കൂടി ശരിയാണ്. റീറ്റെയിൽ ബിസിനസ്സിൽ, എസ്പെഷ്യലി ഇൻ റീറ്റെയിൽ ബിസിനസ്. അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് കാശുണ്ടാവും, ഐഡിയ ഉണ്ടാവും, പക്ഷെ എവിടെ തുടങ്ങണം എന്നറിയില്ല. അപ്പം അത് എങ്ങനെയാണ് നമുക്കത് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത്? ഇവിടെ മാർവാടി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മാർവാടികൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. അവരെപ്പോഴും ക്രൗഡഡ് ഏരിയയിലും മാർക്കറ്റിലും, അതുപോലെ തന്നെ ഒരു തുണിക്കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തുണി മാർക്കറ്റിൽ പോയി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ടോഫി അല്ലെങ്കിൽ കോൺഫെക്ഷണറി അല്ലെങ്കിൽ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ പോയിട്ട് അവർ തുടങ്ങുള്ളൂ. അവരുടെ തിങ്കിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഷോപ്പ് എടുത്ത് നല്ല, ഇപ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ ബിസിനസ് 80% ബിസിനസ് പൊട്ടുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എവിടെ പോണ വഴിയിൽ നല്ലൊരു ലൊക്കേഷൻ കണ്ട് ആൾക്കാർ ഓടിച്ചു പോണ ഇതാവും. അവിടെ പാർക്കിംഗ് ഉണ്ടോ, അക്സസിബിലിറ്റി ഉണ്ടോ എന്നൊന്നും നോക്കില്ല. അവിടെ ഷോപ്പ് നല്ല വിസിബിലിറ്റി ഉണ്ടാവില്ല നോക്കുമ്പോൾ. അവിടെ പോയി ഷോപ്പ് എടുത്തു, നിങ്ങളവിടെ കട തുറന്നു, ആരും വന്നില്ല. പിന്നെ നിങ്ങളവിടെ എന്ത് ചെയ്യും? നിങ്ങൾ പിന്നെ അവിടെ മാർക്കറ്റിങ്ങിന് ഫണ്ട് ഉപയോഗിച്ച് 5000 10,000 പ്രൊമോട്ടേഴ്സിനെയും മറ്റു പ്രൊമോട്ടേഴ്സിനൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനൊക്കെ വെച്ചിട്ട് ആൾക്കാരെ അവിടെ എത്തിക്കാൻ നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഒരു 50,000 റെൻറ്റിന് കിട്ടുന്ന ഒരു ഷോപ്പ് നിങ്ങൾ പിന്നെ അവിടെ കസ്റ്റമറെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10-15 അഡീഷണൽ ചിലവാക്കേണ്ടി വരും. അതേസമയം നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു 60 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സായി. നല്ല ഫുട്ഫാളുള്ള മാളിൽ ഷോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1 2 3 കോമ്പറ്റീഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരിക്കലും മോശമായിട്ട് ബാധിക്കുന്നില്ല. കാരണം ഇപ്പം ഞാൻ പോയിട്ട് ഒരു ഷോപ്പിൽ കണ്ട് ആ ഒരു ഷോപ്പുള്ളൂ ആ പരിസരത്ത്, ഞാൻ അങ്ങോട്ട് പോകില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ ഇതൊരു ഇവിടെ വലിയ കളക്ഷനില്ല, ഇവിടെ നിന്ന് മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരുന്ന ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടേക്ക് പോവുകയും അവിടെ കൂടുതൽ ബിസിനസ് വരികയും ചെയ്യും. അതാണ് മാർവാടികളുടെ ഒരു വൺ ഓഫ് ദി മെത്തേഡ്. അതാണ് അവരങ്ങനെ അവിടെ റിസ്ക് എടുക്കില്ല. അങ്ങനെ കച്ചവടം ഇല്ലാത്തടത്തൊന്നും പോയിട്ട് അവർ കട തുറക്കില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് പിന്നെ ഒരു ബിസിനസ് തുടങ്ങണം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷോപ്പ് ഒരു പുതിയ കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ പോയിട്ട് ഷോപ്പ് അവർ നിർബന്ധിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ആൻഡ് ലോഞ്ച് എന്ന നിലയ്ക്ക് ഒരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഒരു ഗ്രോസറി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡെയിലി 15,000 20,000 സെയിൽസ് വന്നു തുടങ്ങി. അപ്പോൾ അവൻ നോക്കിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്ത് ഒരു 5,000 ആൾക്കാരുണ്ടോ, ഒരു 5,000 ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ 5,000 ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് സാധനം വരുമോ, വാങ്ങില്ല എന്നുള്ള അവനൊരു ഡൗട്ടായിരുന്നു. എന്നാലും നോക്കുമ്പോൾ 5,000 ആൾ വന്ന് ആ ഭാഗത്ത് 5,000 ആൾ താമസിക്കാൻ വന്നു. പിന്നീട് അപ്പുറത്തും കുറച്ച് ബിൽഡിങ് വന്നു. ഒരു 8,000 ആളായി മാറിയപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇറച്ചി, മീൻ അങ്ങനത്തെ പോലെ അവൻ എക്സ്പാൻഡ് ചെയ്തു ഷോപ്പ്. അവനറിയാം അതിൻ്റെ പൾസ്, ആളുകൾ ചോദിക്കുമല്ലോ. അതെ, അങ്ങനെ ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വലിയ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. പക്ഷേ അവരെങ്ങനെ ആൾക്കാർ ഇവിടെ കച്ചവടം ഉണ്ടാവുമെന്ന് എങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് പേനം മത്സരം പിടിച്ചിട്ട് എത്ര ആളൊരു ദിവസം കയറുന്നുണ്ട്, എത്ര ആളൊരു ദിവസം ഇറങ്ങുന്നുണ്ട്, അവരുടെ ട്രോളിയിൽ എത്ര വെയിറ്റേജ് ഉണ്ട്, അവരെന്തൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്, ഏത് കമ്മ്യൂണിറ്റികളിൽ വരുന്നത്, ഇതൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അപ്പുറത്തൊരു ഷോപ്പ് പുതിയതായിട്ട് അവർ പണിയുള്ളൂ. ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വലിയൊരു ഹോസ്പിറ്റൽ വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റൽ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് പല ബിസിനസ്സുകളും ഒരു ഈക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് മരുന്ന് വേണം. അവിടെ 2-3 മെഡിക്കൽ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ നടക്കും. അതേപോലെ തന്നെ അവിടെ ചെറിയൊരു ഗ്രോസറി, കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഒരു കഫ്തേരിയ, അങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റികളും ആ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വിജയിക്കും. അങ്ങനെയാണ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. നമ്മൾ മെയിനായിട്ട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്നത്. മാർക്കറ്റാണോ, അവിടെ പിന്നെ അക്സസിബിലിറ്റി ഉണ്ടോ, അവിടെ പാർക്കിംഗ് ഉണ്ടോ, അവിടെ ആൾക്കാർ വരുന്ന ഒരു ഇതാണോ, അതിൻ്റെ ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ ആ ഏരിയ എന്തുമാത്രം ഡെവലപ്പാവും, എങ്ങനെ ഗ്രോത്ത് ആവും, ഇതൊക്കെ നോക്കിയിട്ടാണ് ബിസിനസ് അവിടെ ആൾക്കാർ എടുക്കുക. അതെ, ഇതിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈല് മാത്രമല്ല, നമ്മുടെ നഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈലും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു അല്ലയിലൊരു കഥ പറയാം. അല്ലയിലൊരു ട്രഡീഷണൽ മാർക്കറ്റാണ്. അവിടെ നല്ലൊരു മാൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ദുബായ് ഡെവലപ്പ് ആയപ്പം
വലിയൊരു കസ്റ്റമർ ബേസ് അല്ലേന്ന് നഷ്ടപ്പെട്ടു. ആളുകളെല്ലാം ദുബായിൽ വരും പർച്ചേസ് ചെയ്യും, വീക്കെൻഡിൽ ഇവിടെ വരും പർച്ചേസ് ചെയ്യും, അങ്ങോട്ട് പോകും. കാരണം ഇവിടെയാണ് നല്ല വലിയ ബ്രാൻഡ്സ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ടാക്കിൾ ചെയ്യേണ്ട ഒരു പ്രശ്നം വന്നു. അങ്ങനെ അതിലേക്ക് ഇവിടുത്തെ ദുബായിലെ ബ്രാൻഡുകളൊക്കെ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നു. അവിടെ മാർക്കറ്റിനെ സ്റ്റേബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളടുന്ന് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു സ്ഥാപനം കൊണ്ടുപോയിട്ടിടുമ്പോൾ ആ സ്ഥാപനത്തിൽ വരുന്ന ആളുകൾ മാത്രമല്ല അവിടുത്തെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നത്. ആ സ്ഥാപനത്തിൽ ആദ്യം വന്നിട്ട് ഇപ്പോൾ വരാത്ത ഒരു പ്രൊഫൈൽ ഉണ്ടാവും, ആളുകളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ തുടങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ സൂപ്പർ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ആ എല്ലാ പ്രൊഫൈലിലേക്കും പറ്റിയ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റായിരിക്കും നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ മാർവാടി മെത്തേഡ് എന്ന് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെ, അവർ ബിസിനസ്സിൽ അവർ കണ്ടുപഠിക്കണം. ബിസിനസ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല മനുഷ്യന്മാരാണ് അവർ. പ്രത്യേകിച്ച് അവർ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ബിസിനസ് മാത്രം അവർ ഫിൽത്തി ബിസിനസ് പീപ്പിൾ മാത്രമല്ല, അവർ ഒരുപാട് അവരുടെ സൊസൈറ്റിയിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും ഒക്കെ ഹെൽപ്പിംഗ് മൈൻഡൊക്കെ ഉള്ള ആൾക്കാരാണ്. ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മാതൃകയാക്കാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി അവരാണ്.